എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ളൊരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു പാർട്ടി മെനു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ നെയ്ച്ചോറാണിത്. അപ്പോൾ ഈ നെയ്ച്ചോറ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ്. ബസ്മതി അരി വെച്ചിട്ട് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റിയാണ് നമ്മൾ ഈ അരി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇത് നെയ്ച്ചോറായിട്ടും വിളമ്പം, അതുപോലെ തന്നെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടും എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് 3 കപ്പ് ജീരകശാല അരിയാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ ഇങ്ങനെ കഴുകുമ്പോൾ ഒരുപാടങ്ങ് പ്രസ് ചെയ്ത് അരി പൊടിച്ച് കളയരുത്. അപ്പോൾ നന്നായിട്ട് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. നെയ്യോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിലും ഒഴിക്കുന്നുണ്ട്. റിഫൈൻഡ് ഓയിൽ എന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിലോ മണമില്ലാത്ത ഏത് ഓയിൽ എടുക്കാം. നിങ്ങൾക്ക് ഇനി വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇതൊരു 3 ടേബിൾ സ്പൂണാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇത് മുഴുവനായിട്ട് നിങ്ങൾക്ക് നെയ്യിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ മുന്തിരിങ്ങ അതിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. ഇനി അതേ നെയ്യിൽ തന്നെ നമ്മൾ ഒരു പകുതി സവാള വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് അതിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. സവാള വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഒരുപാട് കരിഞ്ഞു പോരുത്. വളരെ ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വഴറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ സവാളയോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കറിവേപ്പില ചേർക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് നെയ്ച്ചോറിന്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പകുതി നമുക്ക് ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പം അതിൽ വഴറ്റി ചേർക്കാം. അപ്പോൾ സവാള ഇപ്പോൾ ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് കോരി മാറ്റിയാലും അതിലിരുന്ന് കുറച്ച് കളർ ചേഞ്ച് ആകും. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് കോരി മാറ്റാം. സവാളയും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, വളരെ കുറച്ച് മാത്രം മതി, ഒന്ന് ചതച്ച് അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് കൂടരുത്, കൂടിയാൽ ടേസ്റ്റ് മാറും. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞ സവാളയുടെ ബാക്കി പകുതിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. സവാള ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമ്മളിനി 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നമ്മളിനി ഇതിലേക്ക് മുഴുവനെയുള്ള സ്പൈസുകൾ ചേർക്കുകയാണ്. ഗ്രാമ്പൂ 4 എണ്ണം ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ കഷ്ണം കറുവപ്പട്ട 2ആയിട്ട് മുറിച്ചത്, ഒരു തക്കോലം, പിന്നെ വേണ്ടത് ഏലക്കയാണ്, ഒരു 4 ഏലക്ക. ഇതൊക്കെ നിങ്ങളുടെ അരിയുടെ അളവിനനുസരിച്ചിട്ട് കൂട്ട കുറയ്ക്കുക ചെയ്യാം. പിന്നെ ഒരു ബേ ലീഫ്, ഇത്രയും കൂടെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കുകയാണ്. നമ്മൾ കുറച്ച് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഷാജീര എടുത്താലും മതി. നെയ്ച്ചോറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് പകുതിയാണ്, വളരെ കനം കുറച്ച് അരിഞ്ഞതാണ്, അതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ ഈ സവാള ഒന്നും ബ്രൗൺ ആകണ്ട, ക്യാരറ്റ് ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 3 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ വേണം, നമ്മളിങ്ങനെ വറ്റിച്ച് എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ 3 കപ്പ് അരിക്ക് 5 കപ്പ്, അപ്പോൾ 1.5 കപ്പ് അരിക്കാണെന്നുണ്ടെങ്കിൽ 5ൻ്റെ പകുതി 2 കപ്പ് മതിയാകും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ പനിനീരാണ് ചേർക്കുന്നത്, റോസ് വാട്ടറാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പം കുറച്ച് ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് അരിക്ക് കറക്റ്റായിട്ട് ഉപ്പ് പിടിച്ച് കിട്ടുന്നത്. ഇതിലേക്കൊരു 2 ടീസ്പൂൺ നാരങ്ങ നീരാണ്, അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുക. ഇനി ഇത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് അരി ചേർക്കാൻ പോകുന്നത്. അപ്പോൾ അരി നമ്മളിതിലേക്ക് ചേർക്കുമ്പോൾ ഊറ്റിയിട്ട് ഒരിക്കലും അരി വെക്കരുത്. അങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അരി പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ആ വെള്ളം നമ്മളിതിലേക്ക് ഇടാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് അരിയോടുകൂടി ഇതിലേക്ക് ഇടുക. ഒരിക്കലും അരി നമ്മൾ കുതിർത്തതിന് ശേഷം ഊറ്റി വെക്കരുത്. അപ്പോൾ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടിട്ട് ഇളക്കി അരി പൊടിക്കരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഈ അരി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. വെള്ളത്തിൻ്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് വരുന്ന സമയം നമുക്ക് തീ കുറച്ച് വെക്കാം. അപ്പോൾ മുകളിൽ നന്നായിട്ട് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു ചെറിയ തീയിലിട്ട് നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അരി നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ എൻ്റെ അടുപ്പിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഞാനതൊരു 5 ഇനി കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 5 15 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അരി നന്നായിട്ട് വെന്ത് വരും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണമെന്നില്ല. 15 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് വെള്ളമയം കൂടി ഉണ്ടെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കുമ്പോഴത്തേക്ക് അത്
നന്നായിട്ട് കുക്കായി കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ കുതിർത്തിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ട് അരിയൊക്കെ നന്നായിട്ട് വലുതായി ഒന്നിൽ തൊടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടും. നമ്മൾ വറുത്തിട്ടും നെയ്ച്ചോറ് തയ്യാറാക്കാം. പക്ഷേ വറുത്തിട്ട് നെയ്ച്ചോറ് തയ്യാറാക്കുന്നതിനെക്കാട്ടിലും ഒന്നുകൂടെ പെർഫെക്റ്റായിട്ട് കിട്ടുന്നത് നമ്മൾ ഇതുപോലെ കുതിർത്തിട്ട് ചെയ്യുമ്പോഴാണ്. അരി ഒന്നുകൂടെ നല്ലതായിട്ട് കുക്കാവും. വറുത്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം വറക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒത്തിരി ഇട്ട് വറക്കണം. അപ്പോഴേ അത് കറക്റ്റായിട്ട് കിട്ടും. അതിൻ്റെ വറവ് കറക്റ്റായില്ല എന്നുണ്ടെങ്കിൽ അരി നന്നായിട്ട് കുക്കാവില്ല. അപ്പോൾ നമ്മുടെ അരി ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമയം കൂടെ ഉണ്ട്. അത് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. ഇതേ നെയ്ച്ചോറ് തന്നെ നമുക്ക് ബിരിയാണിക്ക് ലെയർ ചെയ്യാനായിട്ടും എടുക്കാം. അതുപോലെ തന്നെ നെയ്ച്ചോറായിട്ടും കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ അന്ന് സെർവ് ചെയ്തത് ഒരു വെജിറ്റേറിയൻ കറിയായിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. അതും ഒരു സ്പെഷ്യലായിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ ക്രിസ്മസ് ഒക്കെ അടുത്ത് വരികയാണ്. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കാണാൻ താല്പര്യമുള്ള റെസിപ്പികൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.